അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയും കാറ്റൊക്കെയാണ് അല്ലേ? എല്ലാവരും റാഹത്തിലാണ് എന്ന് കരുതുന്നു. നമുക്കെല്ലാ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാ ഇപ്പൊ ഞാൻ വീഡിയോയിൽ വരാനുള്ള കാരണം, എന്നോട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കാറുണ്ട് ഓരോ ദിക്റിനെ കുറിച്ച്. അതായത് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നിയ്യത്താക്കി ചൊല്ലാറുള്ളത് അല്ലെ. നമ്മൾ ഒരു എണ്ണം വെച്ചിട്ട് ചൊല്ലുക, ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടാന്, ആവശ്യങ്ങൾ നടന്നു കിട്ടാന്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഇത്ര ഡേറ്റിനുള്ളിൽ അതൊന്ന് ശരിയായി കിട്ടാൻ. അപ്പോൾ നമ്മൾ സ്വലാത്തൊക്കെ ലക്ഷക്കണക്കിന് സ്വലാത്തൊക്കെ നിയ്യത്താക്കി ചൊല്ലുന്നവരുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് പേർക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയത് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് ദിവസമായിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ദിക്റിനെ കുറിച്ച് നിങ്ങളോട് എനിക്കറിയാവുന്ന, അതുപോലെ തന്നെ ഞാൻ നിയ്യത്താക്കി ചൊല്ലിയിട്ടും, അതുപോലെ മറ്റുള്ളവർക്ക് എനിക്കറിയാവുന്ന ദിക്റ് പറഞ്ഞു കൊടുത്ത് അവർക്ക് നിയ്യത്താക്കി ചൊല്ലിയിട്ടും ഫലം കിട്ടിയിട്ടുള്ള ദിക്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും പറയാറുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ദിക്റ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മളെ ഈ ചാനലിലൂടെ നമ്മൾ കൂടുതലായിട്ടും ദിക്റുകളാണ് ഒപ്പമായിട്ട് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലെ. അള്ളാഹു അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരട്ടെ. ഓരോ ദിവസമായി നിരവധി പേരാണ് വാട്സപ്പിലൂടെ ആയിട്ട് ഫലം കിട്ടി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏർവാടിയിൽ ഭക്ഷണം നെയ്യത്താക്കിയ ഒരുപാട് പേര് കഴിഞ്ഞ തവണ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് അവിടെ പോയ സമയത്ത് ഒരുപാട് പേര് ഏർവാടി ചങ്ങലക്കിട്ട രോഗികൾക്ക് ഭക്ഷണം നെയ്യത്താക്കി പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരാണ്. ഇപ്പൊ ഇന്ന് 2 പേര്, ഇന്ന് ഞാൻ ഈ പോകുന്ന കാര്യം ഈ മാസം 13-ാം തീയതിയാണ് ഏർവാടി നാഗൂര് പോകുന്നത്. അപ്പൊ ആ കാര്യം വീഡിയോയിൽ പറഞ്ഞ അത് കേട്ടിട്ട് ഒരുപാട് പേര് വാട്സപ്പ് വന്നിട്ട്, കഴിഞ്ഞ തവണ നിങ്ങൾ ഏർവാടി പോയ സമയത്ത് ഞാൻ പണം തന്ന് ഞങ്ങളെ കാര്യം സാധിച്ചു കിട്ടി, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ, വിചാരിച്ച കാര്യം നടന്നു കിട്ടി, അതൊരിക്കലും ഇനി നടക്കില്ല എന്ന് കരുതിയതായിരുന്നു. വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടത്തേക്ക് ഭക്ഷണം നെയ്യത്താക്കിയിട്ടുണ്ടായിരുന്നത്, അത് നടന്നു എന്ന്. അപ്പൊ അൽഹംദുലില്ലാ, നമ്മൾ ഈ മാസം 13-ാം തീയതിയാണ് ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്നത്. അവിടെ പോവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നേർച്ചയായിട്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടാനും, ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാനും, അസുഖത്തിന് സമാധാനം കിട്ടാനും, മക്കളെ സ്വഭാവം നന്നാവാനും, ഭർത്താവിന്റെ ജോലി കാര്യത്തിനും, നമ്മുടെ വീട്ടിലുള്ള ഓരോ പ്രശ്നത്തിന്, കുടുംബപരമായിട്ടുള്ള പ്രശ്നത്തിനൊക്കെ ഫലം കിട്ടി എന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏർവാടി ചങ്ങലക്കിട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട്. അതുപോലെ തന്നെ നാഗൂരിലും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ 70 പൊതിയൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. നാഗൂരും ഏർവാടി ഫസ്റ്റിലെ തവണയാണ് ഏർവാടി പോയത്, രണ്ടാമത് പോയപ്പോ നാഗൂര് മാത്രമാണ് പോയത്. ഇനി ഇൻഷാ അല്ലാ ഈ 13-ാം തീയതി ഏർവാടിയിലും നാഗൂരിലേക്കുമാണ് പോകുന്നത്. എന്തെങ്കിലും നേർച്ചകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ അറിയിക്കട്ടോ. ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ. നമ്മുടെ നേർച്ചകൾക്കൊക്കെ അള്ളാഹു ഫലം കാണിച്ചു തരട്ടെ. നാഗൂര് പള്ളിയിൽ നേർച്ചയാക്കുന്നത് എന്താണെന്നറിയോ, കൂടുതലായിട്ടും നമ്മുടെ അസുഖത്തിനെ സംബന്ധിച്ചിട്ടുള്ള, തലവേദനക്ക് തല, കാല് വെള്ളിക്കാല്, വെള്ളിന്റെ കൈ, വെള്ളിന്റെ നഖം, വെള്ളി വയറ്, വെള്ളിമുഴ, ഇതുപോലെയുള്ള നേർച്ചകളാണ് അവിടെ, നമ്മുടെ അസുഖങ്ങൾ ഷിഫായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാ ആർക്കെങ്കിലും നേർച്ചകൾ ഉണ്ടെങ്കിൽ, പോവാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ നമ്മള് ദിക്റിനെ പറ്റി പറയാം. ഞാൻ ചൊല്ലിയിട്ട് എന്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഒരു ദിവസം മാത്രം നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്റിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്. ഈ ദിക്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് 313 തവണ ചൊല്ല. ഈ എണ്ണത്തിൽ തന്നെ നിങ്ങൾ നിയ്യത്താക്കി ചൊല്ലണം കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ ദിക്റ് 3 ദിവസോ 5 ദിവസോ 7 ദിവസോ 11 ദിവസോ ഒക്കെ തുടരെയായിട്ട് ഞാൻ ഈ എണ്ണത്തിലായിട്ട് പതിവായിട്ട് ചൊല്ലും, എന്റെ കാര്യം നിറവേറി കിട്ടാനെന്ന് നിയ്യത്താക്കി ചൊല്ലിയാൽ, ഈ ദിക്റിനോടുള്ള ഒരു എന്താ പറയാ, ഈ ദിക്റ് ചൊല്ലിയാൽ എനിക്ക് ഫലം കിട്ടും എന്ന മനസ്സോടുകൂടി, ഇഖ്ലാസോടുകൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ദിക്റ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവർക്കും ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റാണ്. തഹജ്ജുദിന് ശേഷമായിട്ട് 1000 തവണ ഒരാൾ ഇത് ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്ർ ഏതാണെന്ന്
നമ്മൾ ചൊല്ലാൻ പോവാണ്. നിങ്ങളും ഒപ്പമായിട്ട് ചൊല്ലാം. യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റാണ് കേട്ടോ. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ നമ്മൾ 313 തവണ നിങ്ങളെ മനസ്സിലുള്ള കാര്യം നെയ്യത്താക്കി വെച്ചോളി. എന്നിട്ട് ഒപ്പമായിട്ട് ഇത് 313 ചൊല്ലി തീരുന്നത് വരെ സംസാരിക്കാണ്ട് ചൊല്ലിക്കോളി. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് പ്രവേശിക്കാണ്. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് തഖ്വയോട് കൂടിയിട്ട് മജ്ലിസിലിരിക്കട്ടോ. യാ അർഹമർ റാഹിമീൻ, 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 യാ അർഹമർ റാഹിമീൻ,
ya arhamar rahimin, 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 ya arhamar rahimin,
യാ അർഹമർ റാഹിമീൻ 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 യാ അർഹമർ റാഹിമീൻ. റഹ്മാനെ, ഈ ദിക്റിനെ നീ സ്വീകരിക്കല്ല. ആരൊക്കെയാണ് ഇത് ഒപ്പമായിട്ട് 313 നിയ്യത്താക്കി ചൊല്ലിയിട്ടുള്ളത് അവരെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്ക് റഹ്മാനെ. കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ല. കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അവരെ മുന്നിൽ നീ എളുപ്പമാക്കി കൊടുക്ക് റഹ്മാനെ. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യം എത്രയും പെട്ടെന്ന് നീ റാഹത്തിലാക്കി കൊടുക്കല്ല റബ്ബേ. ഏർവാടിയിൽ ഒരുപാട് പേര് ഭക്ഷണത്തിനായി നേർച്ചയാക്കിയിട്ട് പൈസ അയച്ചു തന്നവരുണ്ട്. എന്ത് ഉദ്ദേശമാണ് അവർ നേർച്ചയാക്കി പൈസ തന്നിട്ടുള്ളത്? എത്രയും പെട്ടെന്ന് അതിന്റെ ഫലം നീ കാണിച്ചു കൊടുക്കല്ല. അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്ക റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസിലെ ദുആനെ നീ സ്വീകരിക്കല്ല റബ്ബേ. എത്രയും പെട്ടെന്ന് മിഥില തവാബ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് വേദനകളോടെയാണ് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് വാട്സപ്പിലൂടെ ഓരോ ദിക്റിനെ പറ്റി ചോദിക്കാറുള്ളത്. റഹ്മാനെ, നീ കാണുന്നവനല്ലേ അല്ലാ. അവരുടെ മനസ്സിലുള്ള നീറുന്ന പ്രയാസങ്ങൾക്ക് നീ പരിഹാരം കാണിച്ചു കൊടുക്ക് റഹ്മാനെ. മക്കളെ കാര്യത്തിന് വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ അസുഖം കൊണ്ട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റബ്ബേ. ഭർത്താക്കന്മാരെ ജോലി സംബന്ധമായ കാര്യത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട്. ഭർത്താവ് ജയിലിലാണ്, മക്കള് ജയിലിലാണ് എന്ന ഒരുപാട് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. റബ്ബേ, എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് എളുപ്പ വഴി നീ കാണിച്ചു കൊടുക്ക്. അതിനുള്ള മാർഗം നീ തെളിയിച്ചു കൊടുക്ക് റഹ്മാനെ. റബ്ബേ, എല്ലാവരുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കല്ല. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഈ ദിക്റിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല. ഞങ്ങളെ മാനസികമായിട്ടുള്ള വേദനകൾ നീ തീർത്ത് നൽകണേ അല്ല. നിന്നോടല്ലാതെ മറ്റാരോടാണ് റഹ്മാനെ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളെ ദുആനെ നീ
സ്വീകരിക്കല്ല. ഞങ്ങളെ ദുആക്ക് നീ ഫലം കാണിച്ചു തരണേ അല്ല. റഹ്മാനെ, ഈ ദിക്റിന്റെ മഹത്വം ഞങ്ങൾക്കറിയാം റഹ്മാനെ. ഞങ്ങൾ നിയ്യത്താക്കി റഹ്മാനെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇത് ചൊല്ലിയിട്ടുള്ളത്. ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.